കസ്റ്റഡി മർദ്ദന കേസുകളിൽ ആരോപണ വിധേയനായ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന് DGPയുടെ പ്രശംസാ പത്രം കൂടി ലഭിച്ചുവെന്ന വാർത്തയാണ് ആഭ്യന്തര വകുപ്പിനെതിരായ പോലീസിനെതിരായ ഈ മധുബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ കുറ്റപത്രം നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. കുറുവ സംഘത്തിനെ പിടികൂടി അന്വേഷണ മികവിനാണ് ഈ അംഗീകാരം. DSPക്ക് പുറമെ CI PJ ടോൾ സണ്ണിനും പ്രശംസാ പത്രമുണ്ട്. രഘുനാഥ് നാരായണ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. കുറുവ സംഘം ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ മോഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ നഗരം, പട്ടണഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ 2 മാസത്തോളം ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മോഷണ സംഘമാണ്. ആ മോഷണ സംഘത്തെ അതിസാഹസ്യമായിട്ടാണ് മണ്ണഞ്ചേരി CI ആയിരുന്ന ടോൾസന്റെ ഒക്കെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും ഒക്കെ പോയി പ്രതികളെ പിടികൂടിക്കൊണ്ടുവന്ന കുറുവ സംഘത്തിന്റെ തലവനെ അടക്കം പിടികൂടിക്കൊണ്ടുവന്ന അന്വേഷണ മികവിനാണ് അന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഇപ്പോഴും ആലപ്പുഴ DYSP ആയ മധുബാബുവിനും ഒപ്പം തന്നെ മണ്ണഞ്ചേരി CIക്കും പ്രശംസാപത്രവും ബാക്കി ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുഡ് സർവീസ് എൻട്രിയും നൽകിയിരിക്കുന്നത്. അപ്പോഴും രതീഷ് പറഞ്ഞൊരു ചോദ്യം പ്രസക്തമാണ്. ഇദ്ദേഹത്തിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ലോ ആൻഡ് ഓർഡറിൽ തുടരുകയും അദ്ദേഹം അന്വേഷിക്കുന്ന കേസുകൾ എന്തൊക്കെ പറഞ്ഞാലും ആരോപണ വിധേയനാണെങ്കിലും അദ്ദേഹത്തിന്റെ അന്വേഷണ മികവ് തന്നെയാണ് ഈ കുറുവ സംഘത്തെ പിടികൂടിയത്. അപ്പോഴും ഈ പരാതിക്കാരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ വ്യാപകമായി പരാതി ഉയർന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിൽ തുടരുന്നു എന്നുള്ള ചോദ്യമാണ് ഈ പരാതിക്കാരെപ്പോഴും ഉന്നയിക്കുന്നത്. വിദ്യാഭ്യാസമായി വലിയ യോഗ്യതയുണ്ട്, വലിയ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്രിമിനൽ കേസ് പ്രതിയെ ക്രിമിനൽ പ്രൊസീജിയറിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലോ.